ഇന്ന് ഞാൻ ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ണൂർ, തലശ്ശേരി അതുപോലെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയാണ്. നമ്മുടെ ചിക്കൻ കൽമാസാണ് ഉണ്ടാക്കുന്നത്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുന്നേ ഞാൻ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ചിക്കൻ കൽമാസിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 2 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി, ഒത്തിരി അങ്ങ് വഴന്ന് പോകുന്നും വേണ്ട. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വലിയ ജീരകം എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ചേർക്കുന്നത്. ഈ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അതായത് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ വലിയ ജീരകവും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ചിക്കനിൽ പുരട്ടിയതിന് ശേഷം വേവിക്കാൻ വേണ്ടി വെച്ചു. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിനകത്തുനിന്നുള്ള വെള്ളം തന്നെ അതങ്ങ് വറ്റി പോകുന്നവരെ നമ്മൾ വേവിച്ചെടുത്തതാണ്. വെള്ളം ചേർത്തിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇതും നമുക്ക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഇതിനകത്തേക്ക് എരിവുള്ള മുളക് പൊടി ശകലം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് കറിവേപ്പിലയും മല്ലിയിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് വീണ്ടും ശകലം കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം, ചൂടാറി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പോളം നാളികേരം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു 10-12 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇനി നമുക്കൊരു ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ നാളികേരത്തിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പോളം നാളികേരം വേണം എടുക്കാൻ കേട്ടോ. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് ആദ്യം കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്. ഒരു തവിയോ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ കൈ വെച്ച് കുഴച്ചെടുക്കുന്ന അത്രത്തോളം നമ്മുടെ കൽമാസിന് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിനകത്ത് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റാത്ത കാരണം മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ശകലം മാവ് എടുക്കുക. എന്നിട്ട് കയ്യിൽ ശകലം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം മാവ് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. അങ്ങനെ ഷേപ്പാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ റൗണ്ട് ഷേപ്പല്ല, ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് വീണ്ടും മാവ് എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നല്ല പോലെ റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട കയ്യിൽ, നമുക്ക് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. കൈനകത്ത് ശകലം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഒട്ടുന്നുണ്ടെങ്കിൽ. എന്നിട്ട് നല്ല പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് ഇത് മുഴുവനും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഞാൻ 2 കപ്പ് മാവ് എടുത്തിട്ട് എനിക്ക് 14 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്യണം. അതിനായിട്ട് ഞാനിതുപോലെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയായിട്ട് കിട്ടും. ഒന്ന് അടച്ച് വെക്കുക. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ പോയതിന് ശേഷം വേണം ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതാകുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. ഒരു ബൗളിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒത്തിരിയൊന്നും വേണ്ട. 1/2 ടീസ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ലൂസ് ബാറ്റർ ആക്കിയിട്ടെടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ലൂസായിട്ടുള്ള പരുവാണ് വേണ്ടത്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇത് ഓരോന്നും ഇതിനകത്ത് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഓരോന്നും ഇതുപോലെ നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനെ മുഴുവനും നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് എണ്ണയൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ശകല എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ സ്റ്റീം ചെയ്തതിന് ശേഷം ഇങ്ങനെ ബാറ്ററിൽ മുക്കിയിട്ടെടുക്കാം. ഇനി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഓരോന്നും ഇതുപോലെ ചേർക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പിലിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഇടയ്ക്കതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഹാർഡാക്കി എടുക്കരുത് കേട്ടോ. ചെറുതായിട്ട് ആ മസാലയൊക്കെ ഒന്ന് അതിനകത്ത് പിടിക്കുന്ന ആ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ നമ്മൾ ബാറ്ററിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ബാറ്റർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ സൈഡിലൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കൽമാസ് റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.